വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഒരു പാൻ വെച്ചിട്ട് നമുക്കിതിൽ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/4 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊന്നും കരിഞ്ഞു പോകാതെ, അധികം ഫ്ലെയിമൊന്നും കൂട്ടി വയ്ക്കരുത്. അപ്പോൾ പൊടികളായതുകൊണ്ട് വേഗം കരിഞ്ഞു പോകും. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഇത് ഇത്രയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഫ്ലെയിം അങ്ങ് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഇത്രയും മതിയാകും. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മണമൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ വെച്ച് നമുക്കൊന്ന് ഓഫാക്കിയിട്ട് ഇനി അടുത്തതായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വയ്ക്കുന്നത് അതിലോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതുപോലത്തെ ഈ മൺചട്ടിയിലാണ് വെക്കുന്നത്. അതിലോട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയ മീൻ അയല മീനാണ്. ഇതിനെ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. ആദ്യം തന്നെ